പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ AEWൻ്റെ ഓൾ ഇൻ ടെക്സസ് 2025 എന്ന പേപ്പർ വ്യൂവിൻ്റെ റിസൾട്ടുകളും ഷോർട്ട് റിവ്യൂവുമാണ്. ആ ഇവൻറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് പങ്കുവെക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേത് ജോജോ എന്ന് പറയുന്ന ബ്രേവേറ്റിൻ്റെ ഭാര്യ AEW ഷോയിൽ ഒരു എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോജോ ഇനി അങ്ങോട്ട് ഓൾ എലീറ്റ് റെസ്ലിംഗിൻ്റെ ഭാഗമാണോ എന്ന് അറിയാൻ സാധിച്ചിട്ടില്ല, പക്ഷേ ഓൾ ഇൻ ഷോയിൽ അപ്പിയർ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ അപ്ഡേറ്റ് TNT ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന ഏദം കോളിന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ താരം ടൈറ്റിൽ വെക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു അപ്ഡേറ്റും AEW ഓൾ ഇൻ ടെക്സസിലൂടെ ഏദം കോളിലൂടെ നൽകുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഏദം കോളിൻ്റെ റിങ്ങിലേക്കുള്ള തിരിച്ചുവരവ് ഇനി എന്ന് നടക്കും എന്നുള്ളത് താരത്തിന് പോലും ഉറപ്പില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രൊമോ സെഗ്മെൻറ്റും ഏദം കോളിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുകയുണ്ടായി. മൂന്നാമത്തെ സ്റ്റോറി അപ്ഡേറ്റ് മെൻസ് കാസിനോ ഗോട്ട്ലെറ്റ് മത്സരത്തിൽ MJF ആണ് വിജയിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചത്. കിടിലമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. MJFൻ്റെ ഈ ഒരു വിജയം അദ്ദേഹത്തിന് ഭാവിയിൽ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഷോട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടീഡ് നമ്പർ 1 കണ്ടൻഡർ എന്നുള്ള ഒരു രീതിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഹെർട്ട് സിൻഡിക്കേറ്റിലെ പുതിയ മെമ്പറായി കയറി വന്ന MJFന് ഈ ഒരു ടൈറ്റിൽ ഷോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഹെർട്ട് സിൻഡിക്കേറ്റിലേക്ക് AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് എത്തിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ ഒരു കാസിനോ ഗോട്ട്ലെറ്റ് മത്സരത്തിൽ ജ്യൂസ് റോബിൻസൺ എന്ന് പറയുന്ന താരത്തിൻ്റെ തിരിച്ചുവരവും കാണാൻ സാധിച്ചു. നാലാമത്തെ അപ്ഡേറ്റ് വിമൻസിൻ്റെ കാസിനോ ഗോട്ട്ലെറ്റ് മത്സരത്തെ സംബന്ധിച്ചാണ്. ROHൻ്റെ വിമൻസ് ചാമ്പ്യനായ അദീന എന്ന് പറയുന്ന റെസ്ലറാണ് ഈ ഒരു കാസിനോ ഗോട്ട്ലെറ്റ് മത്സരത്തിൽ വിജയിച്ചത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ AEW ഓൾ ഇൻ ടെക്സസ് ഷോയിൽ നടന്ന AEW ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ഹെർട്ട് സിൻഡിക്കേറ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം ദി പാട്രിയാർക്കി എന്ന് പറയുന്ന ടീമിലെ ക്രിസ്റ്റ്യൻ കേജിനെ FTR എന്ന് പറയുന്ന ടീം ആക്രമിക്കുന്നുണ്ട്. പിന്നീട് നിക് വെയിനും കിപ്പ് സാബിയനും ചേർന്ന് ആക്രമിക്കുന്ന സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എഡ്ജ് ഏദം കോപ്ലാൻഡിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്കവിടെ കാണാൻ സാധിച്ചു. ക്രിസ്റ്റ്യനെ FTRൽ നിന്നും നിക് വെയിനിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡൈനാമൈറ്റ് കൊളീഷൻ എപ്പിസോഡുകളിൽ എഡ്ജും ക്രിസ്റ്റ്യനും പഴയ ഒരു ടീം റീയൂണിയൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സ്റ്റോറി അവർ കാണിച്ചേക്കാം. ഓൾ ഔട്ട് പേപ്പർ വ്യൂവിൽ ഒരു ടാഗ് ടീം മത്സരം എഡ്ജും ക്രിസ്റ്റ്യനും ടീം ആയിട്ട് FTRനെതിരെ കളിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ എഡ്ജിൻ്റെ ഒരു റിട്ടേൺ അതിഗംഭീരമായിട്ടാണ് ഇന്നത്തെ ഓൾ ഇൻ ഷോയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആറാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ ഓൾ ഇൻ ഷോയിൽ നടന്ന AEW വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ടോണി സ്ട്രോം എന്ന ചാമ്പ്യൻ മെഴ്സിഡീസ് മണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മെഴ്സിഡീസ് മണിയുടെ അൺഡിഫീറ്റഡ് സ്ട്രീക്ക് ടോണി സ്ട്രോം അവസാനിപ്പിച്ചിരിക്കുന്നു. കിടിലമായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങോട് കൂടിയിട്ടുള്ള മത്സരമാണ് നമുക്ക് ഈ ഒരു വുമൻസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കാണാൻ സാധിച്ചത്. മെഴ്സിഡീസ് മണി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. ടോണി സ്ട്രോമിനെതിരെ ഒരു മത്സരം കൂടി ചോദിച്ചു വാങ്ങാൻ സാധ്യതയുണ്ട്. ഈ ഒരു വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം കണ്ട കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏഴാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ ഓൾ ഇൻ ഷോയിലെ കിടിലൻ ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചാണ്. വിൽ ഓസ്പ്രേയുടെയും സർവീസ് സ്ട്രിക്ലാൻഡിൻ്റെയും ടീം യങ് ബക്സിനെ പരാജയപ്പെടുത്തുന്ന ഒരു കിടിലൻ ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു പീക്ക് ലെവലൊക്കെയാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഹൈ ഫ്ലൈയിങ് തലത്തിലുള്ള ഒരു മത്സരമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഒരു ഫാസ്റ്റ് പേസ് മത്സരമായിരുന്നു കാണാൻ സാധിച്ചത്. മത്സരത്തിൽ സർവീസ് സ്ട്രിക്ലാൻഡ്, വിൽ ഓസ്പ്രേ തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതിലൂടെ യങ് ബക്സിന് ഇനി EVP പൊസിഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതായിരുന്നു സ്റ്റിപ്പുലേഷൻ. സർവീസ് സ്ട്രിക്ലാൻഡിനും വിൽ ഓസ്പ്രേക്കും ഈ ഒരു വിജയം അവർക്ക് ഇനി വേൾഡ് ടൈറ്റിൽ ഷോട്ടിലേക്ക് കയറി വരാനുള്ള വലിയൊരു പടിയായിരിക്കുമെന്ന് അതിൽ സംശയമില്ല. എട്ടാമത്തെ അപ്ഡേറ്റ് ഏദം കോൾ വെക്കേറ്റ് ചെയ്ത TNT ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടന്ന ഫേറ്റൽ 4-വേ മത്സരത്തിൽ TNT ചാമ്പ്യനായി ഡസ്റ്റിൻ റോഡ്സ് വിജയിച്ച് കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഏവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു മത്സരം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ലെജൻഡ് താരമായ ഡസ്റ്റിൻ റോഡ്സ് അഥവാ ഗോൾഡസ്റ്റ് എന്ന് പറയുന്ന താരം കുറേയധികം കാലമായി കാത്തിരുന്ന ഒരു മെയിൻ ടൈറ്റിലായിരുന്നു ഈ ഒരു TNT ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അത് ഇന്നത്തെ ഓൾ ഇൻ ഷോയിലൂടെ താരത്തിൻ്റെ കയ്യിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ മീഡിയ സ്ക്രം എന്ന് പറയുന്ന പ്രസ് കോൺഫറൻസിൽ ഡസ്റ്റിൻ റോഡ്സ് പറഞ്ഞിട്ടുള്ളത് ഒരു ഫൈറ്റിംഗ് ചാമ്പ്യൻ ആയിരിക്കുമെന്നാണ്. അതായത് വീക്ക്ലി എപ്പിസോഡുകളിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളതും ലെജൻഡ് താരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഒമ്പതാമത്തെ അപ്ഡേറ്റ് AEW പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിഫൈഡ് ചാമ്പ്യൻഷിപ്പ്, അതായത് കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പും ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും കൂടിയുള്ള യൂണിഫൈഡ് ചാമ്പ്യൻഷിപ്പ്. ആ മത്സരത്തിൽ കെന്നി ഒമേഗയെ ഒരു ഗംഭീര പ്രകടനത്തോടു കൂടി കസ്റ്റിക ഒക്കാഡ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പുതിയ യൂണിഫൈഡ് ചാമ്പ്യൻഷിപ്പ് അതും ഡോൺ കാലിസ് ഫാമിലിയിലേക്ക് കസ്റ്റിക ഒക്കാഡ എത്തിച്ചിരിക്കുന്നു.
ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് AEWൻ്റെ മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. ടെക്സസ് ഡെത്ത് മാച്ചിൽ AEW വേൾഡ് ചാമ്പ്യനായ ജോൺ മോക്സ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹാങ്മാൻ ആദം പേജ് പുതിയ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ കുറച്ചു മാസമായി AEW വേൾഡ് ടൈറ്റിലും AEWനും ഒരു ഫ്രീഡം കൊടുക്കാതെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ജോൺ മോക്സ്ലിയുടെ കയ്യിൽ നിന്ന് വലിയൊരു സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഹാങ്മാൻ ആദം പേജിൻ്റെ വിജയത്തിലൂടെ താരം നേടിക്കൊടുത്തിരിക്കുന്നത്. അത്തരത്തിലാണ് അവർ ആ സ്റ്റോറി ബിൽഡ് ചെയ്ത് ഇന്നത്തെ ഓൾ ഇൻ ഷോയിലെ മെയിൻ ഇവൻറ്റ് വരെ എത്തിച്ചത്. ഈ മത്സരം എന്ന് പറയുമ്പോൾ ഒരു ടെക്സസ് ഡെത്ത് മാച്ച് ആയതുകൊണ്ട് തന്നെ അത്രയും ബ്രൂട്ടൽ ലെവലായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. മത്സരത്തിലെ സർപ്രൈസുകൾ എന്ന് പറയുന്നത് ഡെർബി ആലിൻ്റെ ഒരു മാസ് റിട്ടേൺ ഉണ്ടായിരുന്നു. മുകളിൽ നിന്ന് അദ്ദേഹം ഒരു മാസ് റിട്ടേൺ, പണ്ട് സ്റ്റിങ്ങൊക്കെ നടത്തിയ പോലെയുള്ള ഒരു മാസ് റിട്ടേൺ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാസ്ക് ഇട്ട് വന്ന ബ്രയാൻ ഡാനിയൽസിൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ നമുക്ക് ഓൾ ഇൻ ഷോയിൽ കാണാൻ സാധിച്ചു. അതുമാത്രമല്ല ഹാങ്മാൻ്റെ ഏറ്റവും വലിയ എതിരാളിയായ സെറു സ്ട്രിക്ലാൻഡിൻ്റെ ഒരു സഹായവും അവസാനം ഹാങ്മാൻ ആദം പേജിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. യങ് ബക്സ്, ഡെത്ത് റൈഡേഴ്സ് ടീം തുടങ്ങിയവരുടെയൊക്കെ വലിയൊരു ഇടപെടൽ മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവസാനം സബ്മിഷനിലൂടെ തന്നെ ഹാങ്മാൻ ആദം പേജ് ജോൺ മോക്സ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചാമ്പ്യൻ ആകുന്നതോട് കൂടിയിട്ടാണ് ഓൾ ഇൻ ടെക്സസ് എന്ന് പറയുന്ന ഇവൻറ്റ് അവസാനിച്ചത്. ഓൾ ഇൻ ടെക്സസ് ലൈവ് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ഷോ? അതികിടിലമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഫുൾ ഷോ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ക്ലിപ്പുകളും മറ്റ് റിസൾട്ടുകളുമാണ് അറിയാൻ സാധിച്ചത്. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ജസ്റ്റ് ഒരു ഷോർട്ട് റിവ്യൂ വീഡിയോ ആണ് മാത്രം. ഇനി എന്തായാലും ഷോ മുഴുവൻ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.